നിങ്ങളുടെ ഇന്നിൽ നാം പ്രതിപാദിക്കുന്ന ഇന്നത്തെ ദിനം 2026 മാർച്ച് മാസം 11-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ച സൂര്യോദയം കാലത്ത് 6:39, അസ്തമയം വൈകിട്ട് 6:32 തൃശ്ശൂരിൽ. രാഹുകാലം ബുധനാഴ്ച നിങ്ങൾക്കറിയാം, 12 മുതൽ 1:30 വരെയുള്ള ഉച്ച സമയം, 1.5 മണിക്കൂർ ദൈർഘ്യസമയം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ ദിനത്തിനൊരു പ്രത്യേകത, ഇന്ന് കറുത്തപക്ഷത്തിലെ അഷ്ടമി തിഥിയാകുന്നു. ചന്ദ്രൻ ദുർബലമായി വരികയാണ്. കറുത്തപക്ഷത്തിലെ അഷ്ടമി വളരെ ദുർബലമായ തിഥിയാണ്, അത് വെളുത്ത പക്ഷത്തിലേതായാലും. പക്ഷേ കറുത്തപക്ഷത്തിലെ അഷ്ടമി വിവാഹത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണ്. കറുത്തപക്ഷത്തിലെ അഷ്ടമിയിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിക്കുന്നത്, രോഹിണി നക്ഷത്രത്തിൽ. അതിനാൽ ഇഷ്ടാകൃഷ്ണാഷ്ടമി, മുഹൂർത്ത പദവിയിലെ ആദ്യത്തെ ശ്ലോകം തന്നെ അതാണ്. കറുത്തപക്ഷത്തിലെ അഷ്ടമി വിവാഹത്തിന് ഏറ്റവും ബെസ്റ്റാണ്. ഇന്നത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. ഒരു ശുഭകാര്യത്തിന് നാം സ്വീകരിക്കരുത്. തിഥി വിവാഹത്തിന് നല്ലതാണെങ്കിലും നക്ഷത്രം വിവാഹത്തിന് അങ്ങേറ്റം പ്രതികൂലമാണ്. തൃക്കേട്ട നക്ഷത്രമാണ്. വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണ് തൃക്കേട്ടൻ എന്നറിയുക. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പ്രാർത്ഥനയാണ്. ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത ബുധനാഴ്ച എന്ന് ഞാൻ പറഞ്ഞു. സ്ത്രീകൾ, നാൽക്കാലികൾ, ഗർഭിണികൾ സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിനമാണ് ബുധനാഴ്ച. ബുധനാഴ്ചയാണ്, തൃക്കേട്ടയാണ്. ബുധൻ എന്ന ദിവസത്തെപ്പറ്റി ചിന്തിക്കുന്നത് ഏത് ഗ്രഹത്തെ പറ്റിയാണ്? ശ്രീരാമാദ്യ അവതാര വിഷ്ണുരിതര ക്ഷേത്രേഷു ചന്ദ്രാത്മജ. ചന്ദ്രപുത്രനായ ബുധനെ കൊണ്ടാണ് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹം, വാമനമൂർത്തി, വരാഹമൂർത്തി മുതലായ ദശാവതാരങ്ങളെ ചിന്തിക്കേണ്ടത്. വ്യാഴത്തിനെ കൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണു, ബുധനെ കൊണ്ടാണ് ഇതൊക്കെ ചിന്തിക്കേണ്ടത്. തൃക്കേട്ട നക്ഷത്രം ആരുടെ നക്ഷത്രമാകുന്നു? ആയില്യം, തൃക്കേട്ട, രേവതി ഇതിനെ ഭരിക്കുന്ന നക്ഷത്രം ബുധനാകുന്നു. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ഏറ്റവും അനുകൂലമാണ് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത്. പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാടേ ചെയ്യണം. അവിടെ ഓം ലക്ഷ്മി നരസിംഹമൂർത്തയേ നമഃ എന്ന പ്രാർത്ഥന ഒരു 18 തവണ ജപിക്കുക. എല്ലാ ക്ലേശങ്ങളും മാറി നിങ്ങളുടെ ഒരു പന്ഥാവിലേക്ക്, ഒരു ശ്രേയസ്കരമായ മാർഗദർശകമായി ഈ മന്ത്രവും ഈ പാനകം എന്ന വഴിപാടും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകുന്നതാണ്. നന്ദി, നമസ്തേ.